രാപ്പകൽ സമരത്തിന്റെ 39ാം ദിവസമായ ഇന്ന് ആശാപ്രവർത്തകർ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടക്കും. 11 മണി മുതൽ ആരംഭിക്കുന്ന 3ാം ഘട്ട സമരത്തിൽ 3 ആശാപ്രവർത്തകർ നിരാഹാരമിരിക്കും. ആവശ്യങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്നത് വരെ സമരം തുടരാനാണ് ആശാമാരുടെ തീരുമാനം. അതേസമയം ഇന്നലെ വിളിച്ചു ചേർത്ത ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് ആശാമാരുടെ പ്രശ്നം കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ മന്ത്രി വീണ ജോർജ് ഡൽഹിക്ക് പുറപ്പെട്ടു. കേന്ദ്രം നൽകാനുള്ള കുടിശ്ശികയും കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെടും. വിവരങ്ങളുമായി സൂര്യഗായത്രിയാണ് ചേരുന്നത്. സൂര്യ, കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു 2ാം ചർച്ചയും അത് പരാജയത്തിൽ തന്നെയാണ് കലാശിച്ചത്. അതോടൊപ്പം തന്നെ വീണ്ടും ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കളുടെ ഭാഗത്തുനിന്നും വീണ്ടും വലിയ രീതിയിൽ വിമർശനമെല്ലാം ഉന്നയിക്കപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെയാണ് പോളിറ്റ് ബ്യൂറോ അംഗമായ എ വിജയരാഘവന്റെ പരാമർശമൊക്കെ ഉണ്ടായിരുന്നു. എവിടുന്നൊക്കെയോ കുറെ ആളുകളെ കൊണ്ടുവന്ന് ഈ ഒരു സമരപ്പന്തലിൽ കൂട്ടിയിട്ടിരിക്കുകയാണെന്നുള്ള തരത്തിലൊക്കെയുള്ള വിമർശനമാണ് എന്തായാലും നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഇന്ന് മുതൽ അവർ അവരുടെ സമരം കടുപ്പിക്കാൻ ഒരുങ്ങുന്നു, നിരാഹാര സമരത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കുന്നത് അത് കേരളത്തിലാണ് ആശമാരോട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസവും ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിർണായകമായ ഇടപെടലുകളാണ് ഇന്നലെ NHMന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇന്നലെ നടത്തിയ ചർച്ചകളിൽ ഏതിലെങ്കിലും ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ആശമാർക്കും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. 12:30 മണിയോടുകൂടി NHM ഡയറക്ടർ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ചർച്ച നടക്കുന്നു. ആ ചർച്ചയിൽ അവരോട് പിരിഞ്ഞു പോകണം, ഖജനാവ് കാലിയാണ് എന്ന മറുപടി നൽകിക്കൊണ്ട് ആശമാരെ തിരിച്ച് പറഞ്ഞയക്കുന്നു. തിരിച്ച് സമരവേദിയിൽ എത്തിയ ആശമാർ വലിയ രീതിയിലുള്ള രോഷപ്രകടനം നടത്തുന്നു. അടുത്ത ദിവസം മുതൽ നിരാഹാര സമരം തുടരും എന്നുള്ളത് പ്രഖ്യാപിക്കുന്നു. അതിന് പിന്നാലെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നിയമസഭയിലേക്ക് ചർച്ചയ്ക്ക് ആശമാരെ വിളിക്കുന്നത്. 3 മണിക്ക് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ചർച്ചയിലേക്ക് പങ്കെടുക്കാൻ പോകുമ്പോഴും വലിയ പ്രതീക്ഷ ആശമാർക്ക് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം സമരം തുടങ്ങി 38ാമത്തെ ദിവസമായിരുന്നു ഇന്നലെ. 38ാമത്തെ ദിവസം ഒരു പ്രശ്ന പരിഹാരം ആശമാരുടെ വിഷയത്തിൽ സർക്കാർ കാണും എന്നുള്ളത് ഉറച്ച വിശ്വാസത്തോടെയാണ് അവർ ആരോഗ്യവകുപ്പ് മന്ത്രി വിളിച്ച ചർച്ചയിലേക്ക് പങ്കെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതും നിരാശയായിരുന്നു എന്നുള്ളതാണ്. സമരം അവസാനിപ്പിച്ച് നിങ്ങൾ മടങ്ങണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ ജോർജ് ചർച്ചയിൽ സംസാരിച്ചു തുടങ്ങിയത് എന്നുള്ളതാണ് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. കേരളത്തിലെ ആശമാർ ഈ പൊരിവെയിലത്തും മഴയത്തും സമരം ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് സമരത്തിൽ നിന്ന് പിൻവാങ്ങിപ്പോണം എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി തുടങ്ങിയ ചർച്ചയും പൂർണ്ണ പരാജയമായിരുന്നു. അതായത് ഇനി പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന 2 ആവശ്യങ്ങളുണ്ട് ആശമാർക്ക്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ചെയ്യുന്ന ജോലിക്ക് അനുസൃതമായ കൂലി, മിനിമം വേതനം അത് ഉറപ്പാക്കുക എന്നുള്ള ആവശ്യം തുടക്കം മുതൽ അവർ ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിരമിക്കൽ ആനുകൂല്യമായിട്ട് 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കുക, പെൻഷൻ സ്കീം ഏർപ്പെടുത്തുക, ഇത്തരത്തിലുള്ള അടിസ്ഥാന ആവശ്യങ്ങളിൽ മേൽ ഇപ്പോഴും സർക്കാർ ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല. അത് സ്വീകരിക്കുന്നത് വരെ സമരം തുടരാനുള്ള നിലപാട് നേരത്തെ തന്നെ ആശാവർക്കർമാർ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. എന്തായാലും ആരോഗ്യ വകുപ്പ് മന്ത്രി നടത്തിയ അനുനയ ചർച്ചയിലും സമരം അവസാനിപ്പിച്ച് പിന്നോട്ട് പോകാൻ ആശമാർ തയ്യാറായില്ല എന്നുള്ളതാണ്. ഇന്ന് 11 മണി മുതലാണ് അനിശ്ചിതകാല നിരാഹാര സമരം ആശാവർക്കർമാർ നടത്തുന്നത്. 3 ആശാമാർ ചേർന്നാണ് നിരാഹാര സമരം ഇരിക്കുന്നത്. ഈ 3 അടിസ്ഥാന ആവശ്യങ്ങളിലും അനുകൂലമായിട്ടുള്ള തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതുവരെ നിരാഹാര സമരം തുടരുമെന്നുള്ളതാണ് ആശമാർ വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ ആരോഗ്യവകുപ്പ് പറയുന്ന ഒരു കാര്യം, ഇതൊരു കേന്ദ്ര സ്കീമാണ്. ആശാ വർക്കർമാർ എന്ന് പറയുന്നത് കേന്ദ്ര സ്കീമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളൊക്കെ നൽകുന്നതിന് വേണ്ടി കുടിശ്ശിക ബാക്കി വെച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. അത് കേന്ദ്ര സർക്കാർ നൽകാത്തതിനാലാണ് ആശമാർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാരിന് നൽകാൻ കഴിയാത്തത് എന്നുള്ളതാണ്. ഈ ഓണറേറിയം വർധനവ് ഉൾപ്പെടെ നടത്തേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അതിൽ ഒരു മാറ്റമില്ല. ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. പക്ഷേ ഇപ്പോൾ ആശമാർ ആവശ്യപ്പെടുന്നത് പോലെ 3 ഇരട്ടി വർധനവ് അത് ഒറ്റയടിക്ക് സാധ്യമാക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയല്ല സംസ്ഥാന സർക്കാർ ഇപ്പോൾ കടന്നു പോകുന്നത് എന്നുള്ള വാദമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ്ടും ഉന്നയിക്കുന്നത്. വിരമിക്കൽ ആനുകൂല്യം ഉൾപ്പെടെയുള്ളവയിലും കൂടിയാലോചനകൾ നടത്തേണ്ടതായിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് അത്തരത്തിലുള്ള ചർച്ചകൾ നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇന്നലെ തന്നെ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെ ഉടനെ തന്നെ കാണുമെന്നുള്ളത് മന്ത്രി അറിയിച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നാലെയാണ് ഇന്ന് തന്നെ പുറപ്പെടാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. എന്തായാലും പുലർച്ചെ തന്നെ മന്ത്രി വീണ ജോർജ്
JP നദ്ദയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നതിന് വേണ്ടിയിട്ട് ഡൽഹിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ആ കൂടിക്കാഴ്ചയിലും ഏറ്റവും പ്രധാനമായിട്ട് ഉന്നയിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് ഇന്നലെ തന്നെ മന്ത്രി വ്യക്തമാക്കിയതുമാണ്. അതായത് ഓണറേറിയം വർധനവോ മറ്റ് വിഷയങ്ങളോ അല്ല. ഇപ്പോൾ നിലവിൽ സന്നദ്ധ പ്രവർത്തകർ എന്ന ഒരു പേരാണ് ആശാവർക്കർമാർക്ക് നൽകിയിട്ടുള്ളത്. ആ സന്നദ്ധ പ്രവർത്തകരിൽ നിന്ന് അവരെ ആശാവർക്കർമാരിലേക്ക് മാറ്റേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു നിർവചനത്തിൽ മാറ്റം വരുത്തിക്കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചെടുക്കേണ്ട ആനുകൂല്യങ്ങൾ അത് അവർക്ക് തരേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ്. ഈ വിഷയം പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആരോഗ്യമന്ത്രി ഡൽഹിയിലേക്ക് പോയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിലും മറ്റ് ആശമാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അത് JP നദ്ദയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും അതുപോലെ തന്നെ കേന്ദ്രം നൽകാനുള്ള കുടിശ്ശിക തുക അത് ഈ കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെടുകയും ചെയ്യും എന്നുള്ളതുകൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ കേന്ദ്ര ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്നുകൂടി എന്ത് നിലപാടാണ് ആശമാരുടെ കാര്യത്തിൽ സ്വീകരിക്കുന്നത് എന്നതനുസരിച്ച് സംസ്ഥാന സർക്കാരിനെ മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങളാണ് നിലവിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്തായാലും സന്ധിയില്ലാ സമരവുമായിട്ട് ആശാവർക്കർമാർ മുന്നോട്ട് പോകുന്നത് സർക്കാരിനെ അടക്കം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിൽ ആക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ അടിയന്തരമായിട്ട് ചേർന്ന 2 ചർച്ചകളിലും ഒരു അനുകൂലമായിട്ടുള്ള തീരുമാനം ആശാവർക്കർമാർക്ക് ലഭിക്കാത്തതിന് പിന്നാലെ തന്നെ അതിശക്തമായ സമര പ്രഖ്യാപനം ആശാവർക്കർമാർ നടത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. യാതൊരു തരത്തിലും ഈ ആവശ്യപ്പെടുന്ന കാര്യങ്ങളിൽ മേലൊരു അനുകൂല തീരുമാനം ഉണ്ടാകാതെ പിന്നോട്ട് പോകില്ല എന്നുള്ളത് ആശാവർക്കർമാർ ഉറപ്പിച്ചു പറയുന്നു. അനിശ്ചിതകാല നിരാഹാര സമരം കൂടി ആശാവർക്കർമാർ തുടങ്ങിക്കഴിഞ്ഞാൽ സമരം കൂടുതൽ ശക്തമാകും എന്നുള്ള ആശങ്ക സർക്കാരിന് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ആശാവർക്കർമാരുടെ പ്രശ്നത്തിനൊരു പരിഹാരം കാണണം എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെയും ഒരു തീരുമാനം. പക്ഷേ സാമ്പത്തികമായിട്ട് അവർ ഇപ്പോൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയാത്ത അവസ്ഥയാണ് എന്നുള്ളതാണ് ഈ ആവശ്യങ്ങളിൽ മേലൊരു അനുകൂല തീരുമാനം എടുക്കാത്തത് എന്ത് എന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് ആരോഗ്യവകുപ്പ് നൽകുന്നത് എന്നുള്ളതാണ്. അതിനൊരു തീരുമാനം കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ലഭിക്കുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ആശമാർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ തങ്ങൾ സംസ്ഥാനത്തിന്റെ ആശാവർക്കർമാരാണ്, ആരോഗ്യ പ്രവർത്തകരാണ്. ഓണറേറിയത്തിൽ ഉൾപ്പെടെ വർധനവ് വരുത്തേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിനെതിരെ സമരം നടത്തുന്നതും വിമർശനം ഉയർത്തുന്നതും എന്നുള്ളതാണ് ആശമാർ തുടക്കം മുതൽ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വിഹിതം ലഭിക്കാനുണ്ടെങ്കിൽ അത് വാങ്ങിയെടുത്ത് തങ്ങൾക്ക് നൽകേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ് എന്നുള്ള കാര്യം കൂടി ആശമാർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തം കൂടി ആശമാരിൽ എന്താണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അതിശക്തമായ സമരവുമായിട്ട് ആശാവർക്കർമാർ മുന്നോട്ട് പോകുമ്പോൾ അവരെ എത്തരത്തിൽ അനുനയിപ്പിക്കണം, അവരുടെ ആവശ്യങ്ങൾ എത്തരത്തിൽ പരിഹരിക്കണം എന്നുള്ള ചർച്ചകൾ ആരോഗ്യ വകുപ്പിനുള്ളിൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അത് വിപുലമായി ആരോഗ്യ വകുപ്പിനുള്ളിൽ തുടങ്ങിക്കഴിഞ്ഞു എന്ന് വേണം തന്നെ പറയാൻ. എന്തായാലും മന്ത്രി വീണ ജോർജ് JP നദ്ദയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി വന്നതിന് ശേഷം എന്ത് തീരുമാനമാണ് ആശമാരുടെ കാര്യത്തിൽ എടുക്കാൻ പോകുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അതുവരെയും ഒരു സാവകാശം